അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല അല്ലദീന ലാ യഅലമൂന ലൗലാ യുകല്ലിമുന അല്ലാഹു ഔ തഅതീനാ ആയ കദാലിക ഖാല അല്ലദീന മിൻ ഖബ്ലിഹിം മിസ്ല ഖൗലിഹിം തശാബഹത് ഖുലൂബുഹും ഖദ് ബയ്യന്നൽ ആയാതി ലിഖൗമി യൂഖിനൂൻ. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അളീം. അഹ്ലു കിതാബിൽപ്പെട്ട ഒരുപാട് ആളുകൾ നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിനു ശേഷം കുഫറിലേക്ക് വഴുതി മാറ്റാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ ഉള്ളിലുള്ള അസൂയ കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ അള്ളാഹു പറഞ്ഞതിന് ശേഷം അവരുടെ ക്ലെയിമുകളെക്കുറിച്ച് പറഞ്ഞു. അവർ പറയുന്നത് യഹൂദിയായാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് യഹൂദരും, നസ്വാറാക്കളിൽപ്പെട്ടാൽ മാത്രമേ, സഭയിൽ ചേർന്നാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂ എന്ന് അവരും പറയുന്നു. അള്ളാഹു പറഞ്ഞു, ബല, അങ്ങനെയൊന്നുമല്ല. മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, ആരാണോ തൻ്റെ മുഖത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നത്, വഹുവ മുഹ്സിനുൻ, അവൻ മുഹ്സിനായിക്കൊണ്ട് നല്ല രീതിയിൽ ഉള്ളും പുറവുമൊക്കെ അള്ളാഹുവിന് വക്രതയില്ലാത്ത രീതിയിൽ സമർപ്പിക്കുന്നതാരാണോ അവന് അള്ളാഹുവിങ്കൽ അജറുണ്ട്, അള്ളാഹുവിങ്കൽ പ്രതിഫലമുണ്ട്. അതിനൊക്കെ ശേഷം അള്ളാഹു യഹൂദരുടെയും നസാറാക്കളുടെയും പരസ്പര ആരോപണത്തെക്കുറിച്ച് പറഞ്ഞു. യഹൂദർ പറയുന്നത് നസാറാക്കൾക്ക് അടിസ്ഥാനമില്ല എന്നാണ്, നസാറാക്കൾ തിരിച്ചു പറയുന്നത് യഹൂദർക്ക് അടിസ്ഥാനമില്ല. എന്നാലോ വഹും യത്ലൂനൽ കിതാബ്, ഒരേ കിതാബാണ് അവർ തിലാവത്ത് ചെയ്യുന്നത്, അവർ പാരായണം ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത് ഒരേ കിതാബാണ്. എന്നിട്ടും അവർ പരസ്പരം അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞ് ആരോപണം നടത്തുകയാണ്. അള്ളാഹു അവരുടെ കാര്യത്തിൽ വിധി നടത്തും. യൗമുൽ ഖിയാമിൽ, അന്ത്യനാളിൽ അവരെന്തൊക്കെ കാര്യത്തിലാണ് ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഇഖ്തിലാഫിൻ്റെ വിഷയമൊക്കെ അള്ളാഹു തീരുമാനിക്കും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അവർ എത്തിപ്പെട്ട പതനം. ആരുണ്ട് വലിയ അക്രമി? മിമ്മൻ മന മസാജിദ് അള്ളാഹി, അള്ളാഹുവിൻ്റെ മസ്ജിദിൽ നിന്ന്, അള്ളാഹുവിൻ്റെ മസാജിദിൽ നിന്ന്, മസ്ജിദുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ പേര് സ്മരിക്കുന്നതിനെ തടഞ്ഞവർ, അള്ളാഹുവിൻ്റെ മസ്ജിദുകളെ തടഞ്ഞവർ, അവൻ്റെ നാമം സ്മരിക്കപ്പെടുന്നതിൽ നിന്ന്. അവരെക്കാൾ വലിയ അക്രമി ആരുണ്ട്? മാത്രവുമല്ല വസാഫി ഖറാബിഹ, അതിൻ്റെ നാശത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ആളുകൾ. അവർക്ക് ദുനിയാവിൽ വലിയ നിന്ദ്യതയുണ്ട്. അതുപോലെ ഫിൽ ആഖിറത്തി അദാബുൻ അലീം, വലിയ ശിക്ഷ ആഖിറത്തിലുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു, കിഴക്കും പടിഞ്ഞാറുമൊക്കെ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിൻ്റെതാണ്. ഫൈനമാ തുവല്ലോ, അതിനാൽ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും, ഫതമ്മ, അവിടെയുണ്ട്, വജ്ഹുല്ലാ, അള്ളാഹുവിൻ്റെ വജ്ഹ്. നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞാലും കുഴപ്പമില്ല, പടിഞ്ഞാറോട്ട് തിരിഞ്ഞാലും കുഴപ്പമില്ല. ഇത് ആരാധനയിൽ, പ്രാർത്ഥനയിൽ തിരിയുന്ന വിഷയം മാത്രമല്ല. ഒരു കൂട്ടർക്ക് അള്ളാഹു നൽകിയ ആരാധനാ രീതികൾ, അവരുടെ അനുഷ്ഠാന രീതികൾ, അവരുടെ മൻഹജ്, ശരീഅത്ത്, ഇതൊക്കെ വ്യത്യസ്തമാണ്. അത് വ്യത്യസ്തമാകുന്നത് കുഴപ്പമല്ല, അള്ളാഹു നൽകിയതാണെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വജീനെ കാണാൻ കഴിയും. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലൊന്നും കുഴപ്പമില്ല. മാത്രവുമല്ല, ഈ സംഗതി അവരുടെ ഡയറക്ഷനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു, യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖിബില ഇസ്രായേലിൽ നിന്ന് പുറത്തുള്ള ആളുകളാണെങ്കിൽ ഇസ്രായേലിലേക്ക് തിരിയണമെന്നാണ് അവരുടെ നിർദ്ദേശം. തൽമൂദിലെ നിയമം അങ്ങനെയാണ്. ഇസ്രായേലിന് പുറത്തുള്ള ജൂതരാണെങ്കിൽ അവർ ഇസ്രായേലിലേക്ക് തിരിയണം. ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള ആളുകളാണെങ്കിൽ അവർ ജെറുസലേമിലേക്ക് തിരിയണം. ജെറുസലേമിൻ്റെ ഉള്ളിലുള്ള ആളുകളാണെങ്കിൽ അവർ ടെമ്പിളിലേക്ക് തിരിയണം. ടെമ്പിളിൻ്റെ ഉള്ളിലുള്ള ആളുകളാണെങ്കിൽ ടെമ്പിളിൻ്റെ ഒരറ്റത്തുള്ള, അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഹോളി ഓഫ് ഹോളീസ്, ഏറ്റവും പവിത്രമായ ഒരു സ്ഥലമുണ്ട് പടിഞ്ഞാറേ ഭാഗത്ത്, ആ സ്ഥലത്തേക്ക് തിരിയണം. ഒറ്റക്ക് ആരാധിക്കുമ്പോഴാണ്, ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോഴാണ് അങ്ങനെ വേണ്ടത് എന്നും, സംഘടിതമായിട്ടുള്ള പ്രാർത്ഥനയിൽ അങ്ങനെ ആവശ്യമില്ല എന്നും, ഒരാൾ കിഴക്കുള്ളവർ പടിഞ്ഞാറോട്ടും പടിഞ്ഞാറുള്ളവർ കിഴക്കോട്ടും അങ്ങനെയൊക്കെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന, മുഖാമുഖം നിന്നുകൊണ്ട് പ്രാർത്ഥന നിർവഹിക്കാമെന്നൊക്കെയാണ് അവരുടെ നിയമം. അതവരുടെ നിയമമാണ്. എന്നാൽ നസാറാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കിഴക്കിനെയാണ് ചൂസ് ചെയ്തത്. അവരുടെ അൽത്താരയും, യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകളൊക്കെ അവരുടെ അൽത്താരയും അവരുടെ പള്ളിയുടെ ഫേസ് ചെയ്യുന്നത്, പള്ളിയുടെ ഡയറക്ഷൻ അത് കിഴക്കോട്ടാണ്. കിഴക്കിൽ നിന്നാണ് ജീസസ് വരുന്നത് എന്നും
കിഴക്കാണ് ഏദൻ തോട്ടം എന്നുമൊക്കെ അവരതിന് കാരണം പറയുന്നുണ്ട്. നമുക്ക് സൂറ മറിയമിൽ മറിയം ബീവി കിഴക്ക് ഭാഗത്ത് ഒരു മക്കാൻ, ഒരു സ്ഥലത്ത് കിഴക്ക് പള്ളിയിൽ ഒരു സ്ഥാനം പിടിച്ചു എന്ന് പറയുന്നതും കാണാൻ കഴിയും. വദ്കുർ ഫിൽ കിതാബി മറിയം ഇതിൻ തബദത്ത് മിൻ അഹ്ലിഹ മക്കാനൻ ഷർക്കിയ. അവരൊറ്റക്കായപ്പോൾ ഇതിൻ തബദത്ത്, അവരൊറ്റക്ക് അവരുടെ അഹ്ലിൽ നിന്ന് അവരൊറ്റക്ക് മാറി നിന്നത് എങ്ങോട്ടാണ്? മക്കാനൻ ഷർക്കിയ, കിഴക്കുള്ള ഒരു ഭാഗത്താണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ പള്ളിയിലേക്കുള്ള പ്രസൻറ്റേഷൻ ഓഫ് മേരി എന്ന് പറയുന്നത് പള്ളിയിലേക്ക് മറിയം അലൈഹിസ്സലാമിയെ കൊണ്ടുപോയത് ചെറുപ്പത്തിലാണ്, 2-3 വയസ്സിലാണെന്നാണ് ക്രിസ്ത്യൻ ട്രഡീഷൻ പറയുന്നത്. ആ 2-3 വയസ്സിൽ അവർ പോയി, പള്ളിയിലേക്ക് പോയി. 6-ാം വയസ്സിൽ അവരുടെ പിതാവും 8-ാം വയസ്സിൽ മാതാവും മരണപ്പെട്ട് എന്നൊക്കെയാണ് അവരുടെ ജീവചരിത്രം സഭയിലെ, അവരുടെ കിഴക്കൻ സഭയിലെ ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് കിഴക്കൻ സഭയിലെ പല ആളുകളും മാരിയുടെ പ്രസൻറ്റേഷൻ അന്ന് പള്ളിയിലേക്ക് കൂട്ടിയ ദിവസം ഒരു പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ മറിയം മക്കാനൻ ഷർക്കിയ, കിഴക്കുള്ള ഒരു സ്ഥലമാണ് ചൂസ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കിഴക്കിനൊരു പ്രാധാന്യം എപ്പോഴും ക്രിസ്ത്യാനിറ്റിയിൽ കാണാൻ കഴിയും. അള്ളാഹു എന്നിട്ട് പറഞ്ഞത് മറിയം ബീവിയോട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യാ മറിയം ഉഖ്നുതീലി റബ്ബിക്ക് വസ്ജുദി വർക്കഈ മാ റാക്കിഈൻ. നീ നിൻ്റെ റബ്ബിന് വേണ്ടി നിലകൊള്ളുക, റബ്ബിനോട് ദുആ ചെയ്യുക, റബ്ബിന് സമർപ്പിച്ച് നിൽക്കുക. ഉഖ്നുതീലി റബ്ബിക്ക്, റബ്ബിന് ഖുനൂത്ത് ചെയ്യുക, റബ്ബിന് വേണ്ടി നിൽക്കുക പ്രാർത്ഥനയിൽ, റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബിന് സമർപ്പിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നിൽക്കുക എന്നുള്ളത് ലിറ്ററലി നമുക്ക് പറയാം. എന്നിട്ട് പറഞ്ഞു വസ്ജുദി, ഖുനൂത്ത് നൃത്തം മാത്രമല്ല, സുജൂദ് ചെയ്യനി, വർക്കഈ, നീ റുക്കൂ ചെയ്യ്, മഅ റാക്കിഈൻ, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം ചെയ്യ് എന്ന് മറിയം അലൈഹിസ്സലാമയോട് പറയുന്നതായിട്ട് കാണാം. തഫ്സീർ ജലാലൈലീൻ കാണാം ഐ സ്വല്ലി മഅൽ മുസല്ലീൻ, അതായത് അതിൻ്റെ അർത്ഥം നീ നിസ്കരിക്കുന്നവരോടൊപ്പം എന്നാണ് ആ കൽപ്പന എന്ന്. അപ്പോൾ പള്ളിയിൽ നിസ്കരിക്കുന്ന മറ്റുള്ള ആളുകളോടൊപ്പം മറിയം അലൈഹിസ്സലാമയോട് പറഞ്ഞത് നീയും നിസ്കരിക്കുക എന്ന്. അപ്പോൾ മറിയം അലൈഹിസ്സലാമയും അവരോടൊപ്പം ചേർന്ന് പള്ളിയിൽ അവരുടെ ടെമ്പിളിൽ ആരാധന നിർവഹിച്ചിട്ടുണ്ട്. അവരതിന് ചൂസ് ചെയ്ത സ്ഥലം മക്കാനൻ ഷർക്കിയ, കിഴക്കുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ കിഴക്ക് മൊത്തത്തിൽ ക്രിസ്ത്യൻസിൻ്റെ ഒരു ഡയറക്ഷനാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം പള്ളിയുടെ ഉള്ളിലാണെങ്കിൽ പടിഞ്ഞാറോട്ടാണ് അവരുടെ ഹോളി ഓഫ് ഹോളീസ് എന്ന് പറയുന്നു. അപ്പോൾ കിഴക്കോ പടിഞ്ഞാറോ ഒന്നുമല്ല വിഷയം. കിഴക്കിനോ പടിഞ്ഞാറിനോ ഇൻഹറൻ്റ്ലി അല്ലെങ്കിൽ അതിന് എസൻഷ്യലി ഒരു പ്രത്യേകതയൊന്നുമില്ല. അല്ലെങ്കിൽ അള്ളാഹു നൽകിയ ഏതെങ്കിലും ഒരു ആചാരത്തിന്, ഏതെങ്കിലും ഒരു രീതിക്ക് പ്രത്യേകതയില്ല. ഇത് പ്രാർത്ഥനയുടെ ഡയറക്ഷൻ മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ കൗമിൻ്റെയും മൻഹജും അവരുടെ ശരീഅത്തും അവർക്ക് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. അത് അള്ളാഹു നൽകിയതാണ്. അതൊന്നുമല്ല പ്രശ്നം. അതൊക്കെ അള്ളാഹു നൽകിയതാണെങ്കിൽ ഓക്കെയാണ്. നിങ്ങളതൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടും എന്നതാണ് ഒരു ഉദ്ദേശം. ഫതമ്മ വജ്ഹുള്ള, അവിടെയുണ്ട് അള്ളാഹുവിൻ്റെ വജ്ഹ്. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞാൽ അതിലും വജ്ഹുണ്ട്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇതിലും വജ്ഹുണ്ട്. ഇന്ന ഭാഷയിലൊരു ഗ്രന്ഥം നൽകി ആ ഭാഷയിലെ ഗ്രന്ഥം പാരായണം ചെയ്താലും നിങ്ങൾക്ക് പുണ്യമുണ്ട്, അള്ളാഹുവിൻ്റെ ഹിദായത്ത് കിട്ടും. വേറൊരു ഭാഷയിൽ അള്ളാഹു ഗ്രന്ഥം നൽകി ആ ഗ്രന്ഥം പാരായണം ചെയ്താലും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഹിദായത്ത് പ്രാപിക്കാൻ കഴിയും. അതുപോലെ ഒരു രീതിയിൽ പ്രാർത്ഥന പഠിപ്പിച്ചു, ആ രീതിയിൽ ചെയ്താലും ഓക്കെ. വേറൊരു രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേറെ രീതിയിൽ മറ്റൊരു കൂട്ടർ ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഓരോ കൂട്ടർക്കും ഓരോ രീതികളും ഓരോ നിയമങ്ങളും നാം നൽകിയിട്ടുണ്ട് എന്ന് തന്നെ ഖുർആൻ പറയുന്നുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിയുണ്ട് എന്നാണ് ഒരു ഉദ്ദേശം. മാത്രവുമല്ല, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കഴിവ് മാത്രമേ ഭൂമിയിൽ കാണാൻ കഴിയൂ. അവൻ്റെതല്ലാത്ത ഒന്നും കാണാൻ കഴിയില്ല, ഒരു വസ്തുവും കാണാൻ കഴിയില്ല. അവൻ്റെ കഴിവ്, അവൻ്റെ ഇസ്മിൻ്റെ പ്രകടനമാണ് ചുറ്റും നിങ്ങൾ കാണുന്നത്. നിങ്ങൾ കാണുന്നതെല്ലാം അവൻ്റെ വുജൂദാണ് എന്ന അർത്ഥത്തിലും നമുക്കിതിനെ മനസ്സിലാക്കാം. കാരണം അള്ളാഹു അടുത്ത പറയുന്ന ഇന്നല്ലാഹ വാസിഉൻ എന്നാണ്. അള്ളാഹു വാസിആണ്, ഫുള്ളി എല്ലാത്തിനും എൻകംപാസ് ചെയ്യുന്നുണ്ട്. അലീമാണ്, എല്ലാം അറിയുന്നവനുമാണ്. അതിനെ തുടർന്ന് വരുന്ന ആയത്തുമായിട്ട് അതിന് ബന്ധമുണ്ട്. തുടർന്ന് പറയുന്നത് ക്രൈസ്തവരുടെ വാദമാണ്. വഖാലു, അവർ പറയുന്നത് ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. വലത് എന്നത് ഇബിനിനേക്കാൾ വ്യത്യാസമായ ഒരു പദമാണ്. ഇബിന് എന്നുള്ളത് ചിലപ്പോൾ നേരിട്ട് ബയോളജിക്കലായിട്ടുള്ള ഒരു പുത്രനെ കുറിക്കാതെയും ആ വാക്ക് ഉപയോഗിക്കും. പക്ഷെ വലത് എന്ന് പറയുന്നത് അതല്ല, ജനിച്ച ജാതൻ എന്നാണ്. ഏകജാതൻ, ജനിച്ചവൻ, അങ്ങനെയാണ് അവർ കരുതുന്നത്. ദ ഓൺലി ബെഗോട്ടൺ സൺ ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിൻ്റെ ഏകജാതൻ എന്നാണ്. അപ്പം ദൈവത്തിൽ നിന്നും ജനിച്ചവൻ, പുത്രൻ,
അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ അഹദാണ്, അവന് ലം യലിദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല, പിതാവല്ല അവൻ, വലം യൂലദ്, അവൻ ജനിക്കപ്പെട്ടിട്ടില്ല, അവൻ പുത്രനുമല്ല. അപ്പോൾ അവൻ പിതാവുമല്ല, അവൻ പുത്രനുമല്ല, അവൻ ഏകനാണ് എന്ന് ഖുർആൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇവർ പറയുന്നു ഖാലുത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്, അള്ളാഹുവിനൊരു കുട്ടിയുണ്ട് എന്നവർ പറയുന്നു. സുബ്ഹാനഹു, അവനെത്ര പരിശുദ്ധനാണ്. അവന് സ്വന്തമായിട്ട് അവൻ്റെ ധാത്തുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ ഒരു സൃഷ്ടിയുമില്ല. എല്ലാ സൃഷ്ടികളും അവനിൽ നിന്ന് ഫർക്കുണ്ട്. സൃഷ്ടികൾക്കൊക്കെ സൃഷ്ടി എന്ന് പറയുന്നതൊക്കെ അപൂർണത ഉൾക്കൊള്ളുന്ന അപൂർണതയുള്ള ഒന്നാണ്. സൃഷ്ടാവ് പൂർണ്ണനാണ്. അപ്പോൾ സൃഷ്ടിക്ക് ഒന്നിനും ഒരു സൃഷ്ടിക്കും അള്ളാഹുവിൻ്റെ ധാത്തുമായിട്ട് ബന്ധമില്ല. ബല്ലഹു മാഫിസ് സമാവാത്തി വല്ലർള്, എന്നാൽ ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റെ തന്നെയാണ്. ഒരു കുട്ടിയെ മാത്രം അവൻ സ്വീകരിക്കണ്ട, ആകാശഭൂമികളിലുള്ളത് മുഴുവനും അവൻ്റെതാണ് ആ അർത്ഥത്തിൽ പറഞ്ഞാൽ. അല്ലെങ്കിൽ ആകാശഭൂമിയിലുള്ളത് ഒന്നുമായിട്ടും ആകാശഭൂമികളിലുള്ള ഒരു വസ്തുവുമായിട്ടും അള്ളാഹുവിന് വ്യക്തിപരമായിട്ട് അവൻ്റെ ധാത്തിയായ രീതിയിൽ അവൻ എസൻഷ്യലി അവൻ്റെ എസൻസുമായിട്ട് ധാത്തുമായിട്ട് അതിന് നേരിട്ട് ബന്ധമില്ല. ബന്ധമുണ്ടെങ്കിൽ അവൻ ഒരേപോലത്തെ ബന്ധമുണ്ട്, എല്ലാം അവൻ്റെ ഓണർഷിപ്പിലാണ്. കുല്ലുല്ലഹു ഖാനിത്തുൻ, എല്ലാം അവന് സമർപ്പിച്ച് അവനനുസരിച്ച് വില്ലിംഗ്ലിയോ അൺവില്ലിംഗ്ലിയോ അവന് കീഴ്പ്പെട്ട് നിൽക്കുന്നവരാണ്. എല്ലാം അവൻ്റെ കുനൂത്തിലാണ്, അവനെ സമർപ്പിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല ബദിഉ സമാവാത്തി വല്ലർള്, ആകാശഭൂമികളെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയതാണ്. ഈ പുത്രൻ ജനിച്ചത് അത്ഭുതകരമായ രീതിയിലാണ് എന്നതുകൊണ്ടാണെങ്കിൽ അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ ഇല്ലായ്മയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. സൃഷ്ടാവ് എന്നുള്ളതിന് വ്യത്യസ്തമായ പദങ്ങൾ കാണാം. ഒന്ന് ഖാലിഖ് എന്ന് പറയും, അതൊരു പ്ലാൻ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ്. തഖ്ദീറാണ്, ഖദർ അതിൻ്റെ നിർണയമുണ്ടാവുക, പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനുശേഷം അതിന് രൂപം നൽകുന്നത്, കൺസ്ട്രക്ഷൻ നടത്തുന്നതും അവനാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരി, അവൻ അള്ളാഹുവാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരി അൽ മുസവ്വിർ, അവൻ ഖാലിഖാണ്, അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കുന്ന അവനാണ്. പിന്നെ ഡിസൈനിന് ശേഷം അതിൻ്റെ നിർമ്മാണം നടത്തുന്നതും അവൻ തന്നെയാണ്. ഖാലിഖുൽ ബാരി, ആ അർത്ഥത്തിലാണ് ബാരി എന്ന് പറയുന്നത്, നിർമ്മാണം നടത്തുന്നവനാണ്. നേരത്തെ ചെയ്ത അവൻ്റെ നിർണയത്തിന് ഖദറിന് പുറമെ ആ ഖദറിൻ്റെ എക്സിക്യൂഷനിൽ അവൻ അത് നിർമ്മിക്കുന്നതും അവനാണ്. പിന്നെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് ഫിനിഷിംഗ് നൽകുന്നതോ അതിന് തസ്വീർ നൽകുന്നതോ രൂപം നൽകുന്നതോ അതും അവനാണ്. അൽ മുസവ്വിർ, അതും അവനാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സൃഷ്ടി കർമ്മത്തിൻ്റെ ഡിസൈൻ അവനാണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ നിർമ്മാണം അവനാണ്, നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ അപ്പിയറൻസ് നൽകുന്നതും അവൻ തന്നെയാണ്. ഇങ്ങനെ എല്ലാ രംഗത്തും അവൻ തന്നെയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല ഇല്ലായ്മയിൽ നിന്ന് ആകാശങ്ങളെയും ഭൂമിയെയും ഉണ്ടാക്കിയതാരാണ്, അതും അവനാണ്. ആ അർത്ഥത്തിലാണ് ബദിഅ എന്ന് പറയുന്നത്. ബദഅ എന്ന റൂട്ടിൽ നിന്നാണ് ഈ വാക്ക്, അതിൽ നിന്നാണ് ബിദ്അത്ത് എന്ന വാക്കുണ്ടായത്. ഇല്ലാത്ത ഒരു കാര്യം പുതിയതായിട്ട് ഉണ്ടാക്കുന്നതിനാണല്ലോ നമ്മൾ ബിദ്അത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ ബദിഅയാണ്, ഇല്ലാത്ത ഒന്നുണ്ടാക്കിയതാണ്. ബദിഉ സമാവാത്ത്, ഇല്ലാത്ത രൂപത്തിൽ നിന്ന് ആകാശത്തെ ഉണ്ടാക്കി. അതുമിൽ നിന്ന്, നോൺ എക്സിസ്റ്റൻസിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് അവൻ ആകാശങ്ങളെയും ഭൂമിയെയും ഉണ്ടാക്കി. അതിനെയാണ് ക്രിയേഷൻ എക്സ് നിഹിലോ എന്ന് പറയുക, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുക. അങ്ങനെ ചെയ്തവനാണ് അവൻ. അതുകൊണ്ട് അവനൊരു കുട്ടി ഉണ്ടാകുക എന്നുള്ളത് സുബ്ഹാന, അവനത്ര പരിശുദ്ധനാണ്, ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയ അവനാണ്. ഇദാ ഖലാ അംറൻ, ഒരു കാര്യം അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫ ഇന്നമാ യഖൂലു ലഹു, അവൻ അതിനോട് പറയുന്നത് കുൻ, ഉണ്ടാകുമെന്നാണ്. ഫയക്കൂനു, അങ്ങനെ അത് ഉണ്ടായിത്തുടങ്ങും. ഉണ്ടാകുമെന്ന അവൻ്റെ നിർദ്ദേശം മതി, അവൻ്റെ തീരുമാനം മതി, ഒരു സംഗതി ഉണ്ടായിത്തുടങ്ങും. അള്ളാഹു ഈസാ അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്ന പലയിടത്തും പല സ്ഥലങ്ങളിലും ഈ സംഗതി പറയുന്നുണ്ട്, കുൻ ഫയക്കുൻ എന്ന കാര്യം പറയുന്നുണ്ട്. മറിയം ബീവി പറയുന്നതായിട്ട് സൂറ ആലു ഇമ്രാനിലുണ്ട്. കാലത്ത് മറിയം അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി അന്നാ യക്കൂനുലി വലതുൻ വലം യംസസ്നി ബഷറുൻ, ഒരാളും എന്നെ സ്പർശിക്കാതെ പിന്നെ എനിക്കെങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞത് കാല കദാലിക്കില്ല യഖ്ലുക്കുമാ യശാ എന്നാണ്. അതങ്ങനെയാണ്, അള്ളാഹിൻ്റെ തീരുമാനമാണത്. യഖ്ലുക്കുമാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ഉണ്ടാക്കും. ഇദാ ഖലാ അംറൻ, അവനൊരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ, തീരുമാനിച്ചാൽ ഫ ഇന്നമാ യഖൂലു ലഹു കുൻ ഫയക്കൂൻ, അവനതിനോട് കുൻ എന്ന് പറയുക മാത്രമാണ്. അവൻ ഉണ്ടാകുമെന്ന് തീരുമാനിക്കുക മാത്രമേ അവൻ ആവശ്യമുള്ളൂ, പിന്നെ അതുണ്ടായിക്കൊള്ളും. അവൻ്റെ തീരുമാനം ഉണ്ടായാൽ തന്നെ ഉണ്ടാകും.
കാരണം അവൻ തീരുമാനിക്കുന്നത് നടപ്പിലാക്കുന്നതിന് അവന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്നൊക്കെ അതുകൊണ്ടാണ് അള്ളാഹുവിനെ അറിയുന്നത്. കാരണം അവൻ്റെ നിശ്ചയമാണ് നടക്കുന്നത്. നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിശ്ചയിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. അതുകൊണ്ട് ഭാവി നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിശ്ചയിച്ച് അവൻ ചെയ്യുന്നതാണ് എല്ലാം. അതുകൊണ്ട് അവനെന്തൊക്കെ നിശ്ചയിക്കുന്നു അതൊക്കെ അവനറിയാം. അവനെന്തൊക്കെ ചെയ്യാൻ പോകുന്നു അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. അവൻ തീരുമാനിച്ചാൽ മതി, കാര്യങ്ങൾ നടന്നുകൊള്ളും. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. സൂറ അൽ ഇമ്രാനിൽ തന്നെ പറയുന്നുണ്ട്, ഈസയുടെ ഉപമ അള്ളാഹുവിങ്കൽ മസലു ആദമാണ്, ആദമിൻ്റെ ഉപമയാണ്. ഖലഖഹു മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ് ആദമിനെ സൃഷ്ടിച്ചത്, മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതാണ്. എന്നിട്ട് സുമ്മ ഖാല ലഹു കുൻ, എന്നിട്ട് അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞു, ഫയക്കൂൻ, അപ്പോൾ അതുണ്ടായി. അത്രയേ അള്ളാഹ്ക്ക് വേണ്ടു. അതുപോലെ തന്നെയാണ് ഈസയെ ഉണ്ടാകൂ എന്നുള്ള തീരുമാനിച്ചതാണ്, അതുണ്ടായി. അങ്ങനെ ഉണ്ടായതുകൊണ്ട് അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ സുബ്ഹാന എന്നല്ലാഹു പറയുകയാണ്, അവനത്ര പരിശുദ്ധനാണ് നിങ്ങൾ ഈ ആരോപിക്കുന്നതിൽ നിന്നൊക്കെ. അപ്പോൾ അവരുടെ ഈ വാദത്തെക്കുറിച്ച് പറഞ്ഞു. അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അവൻ ബദിയാണ്, ആകാശഭൂമികളുടെ സൃഷ്ടാവാണ്, ഇല്ലായ്മയിൽ നിന്ന് അതിനെ ഉണ്ടാക്കിയവനാണ്. അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉണ്ടാവുക എന്നുള്ളത് അവൻ നിശ്ചയിച്ചാൽ തന്നെ ഉണ്ടാകുന്നതാണ്. വഖാലല്ലദീന ലാ യഅലമൂന ലൗലാ യുകല്ലിമുനല്ലാഹ് ഔ തഅ്തീന ആയ. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് ഓതിയ 118 ആയത്ത് വരുന്നത്. വഖാലല്ലദീന ലാ യഅലമൂന ലൗലാ യുകല്ലിമുനല്ലാഹു ഔ തഅ്തീന ആയ. അറിയാത്ത ആളുകൾ പറയുന്നു, എന്തുകൊണ്ടാണ് അള്ളാഹു ഞങ്ങളോട് സംസാരിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊരു ആയത്ത് വരാത്തത്, ഒരു അത്ഭുതകരമായൊരു ദൃഷ്ടാന്തം എന്തുകൊണ്ടാണ്, പ്രവാചകത്വത്തിൻ്റെ തെളിവായിട്ട് മുഹമ്മദ് എന്തുകൊണ്ടാണ് ഒരു അത്ഭുതകരമായ ഒരു തെളിവുമായിട്ട് വരാത്തത്, അല്ലെങ്കിൽ മുഹമ്മദിനോട് അള്ളാഹു സംസാരിക്കുന്ന പോലെ എന്താ ഞങ്ങളിൽ ആരോടും സംസാരിക്കാത്തത്, മുഹമ്മദിനെ മാത്രം ചൂസ് ചെയ്തത് എന്താണ്? ഇതൊക്കെ വിവരമില്ലാത്തവർ പറയുന്നതാണ്. എന്തുകൊണ്ട് ഒരാളെ മാത്രം ചൂസ് ചെയ്തു, എന്തുകൊണ്ടൊരു തെളിവ് തരുന്നില്ല എന്നൊക്കെ വിവരമില്ലാത്ത ആളുകൾ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? ഇല്ല. വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? അതുമില്ല. ഇതൊക്കെ വിവരമില്ലാത്തവരുടെ വർത്തമാനമാണ്. അള്ളാഹു പറയുന്നു, കദാലിക ഖാലല്ലദീന മിൻ ഖബ്ലിഹിം, ഇതുപോലെ ഇതിനു മുമ്പ് അവർക്ക് മുമ്പുള്ള ആളുകളും, കദാലിക ഖാലല്ലദീന മിൻ ഖബ്ലിഹിം മിഥില ഖൗലിഹിം, അവരുടെ കൗല് പോലെ, അവരീ പറയുന്നത് പോലെ അവർക്ക് മുമ്പുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട്. അവരുടെ വാക്കും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ദൃഷ്ടാന്തം വരാത്തത് എന്നവർ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് കൊണ്ടുവന്നപ്പോഴോ അവർ വിശ്വസിച്ചിട്ടില്ല. തശാബഹത്ത് ഖുലൂബും, അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ സദൃശ്യപ്പെട്ടിരിക്കുന്നു. അന്ന് പറഞ്ഞ ആളുകളും പണ്ടത്തെ കമ്മ്യൂണിറ്റിയിലും ഇതുപോലെ പറഞ്ഞ ആളുകളുണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാർ വന്നപ്പോൾ അവരുടെ മനോഭാവവും മനസ്ഥിതിയും തന്നെയാണ് ഇവരുടേതും. അത് തമ്മിൽ നല്ല സാമ്യതയുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്തുകൊണ്ടൊരായത്ത് കൊണ്ടുവരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് സൂറ യൂസുഫിൽ, വക അയ്യിം മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമുറൂന അലൈഹ വഹും അൻഹാ മുഅ്രിദൂൻ. എത്രയെത്ര ആയത്തുകളുണ്ട് ആകാശങ്ങളിലും ഭൂമിയിലും. യമുറൂന അലൈഹ, അവർ നടന്നു പോകുന്ന എത്രയെത്ര ആയത്തുകളുണ്ട്. വഹും അൻഹാ മുഅ്രിദൂൻ, അവരതിനെ അവഗണിച്ചുകൊണ്ട് ജസ്റ്റ് ബൈപ്പാസ് ചെയ്തു പോകുന്ന എത്രയെത്ര ആയത്തുകൾ ആകാശങ്ങളിലും ഭൂമിയിലും ഉണ്ട് വിശ്വസിക്കാനാണെങ്കിൽ. പക്ഷെ ഒരു ആയത്ത് മാത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? ഇല്ല. അവരപ്പോഴും പറയും ഇതൊരു സിഹറാണ്. ലൗലാ നസ്സല അലൈക കിതാബൻ ഫി ഖിർതാസിൻ ഫലമസൂഹു ബി ഐദീഹിം, കടലാസിൽ എഴുതിയ ഒരു കിതാബ് നിനക്ക് നൽകുകയും അവരവരുടെ കരങ്ങൾ കൊണ്ട് തൊട്ടു നോക്കുകയും ചെയ്താൽ, അങ്ങനെ ഇറങ്ങിയ ഒരു കിതാബ്, ലഖാലല്ലദീന കഫറു ഇന്നാദാ ഇല്ലാ സിഹറും മുബീൻ, കുഫർ ചെയ്യുന്ന ആളുകൾ പറയും, നിഷേധികളായ ആളുകൾ പറയും ഇതൊരു മായാജാലമാണ്, ഇതൊരു മാജിക്കാണ്. അങ്ങനെ അവർ പറയുള്ളൂ. വഖാലു ലൗലാ ഉൻസില അലൈഹി മലക്കുൻ, എന്തുകൊണ്ട് ഒരു മലക്ക് ഇറങ്ങാത്തത് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. വലൗ അൻസൽന മലക്കൻ ലഖുദിയൽ അംറു സുമ്മ ലാ യുൻദറൂൻ, അങ്ങനെ ഒരു മലക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അതോടെ ഡിസൈഡഡ് ആവും, തീരുമാനിക്കും, പിന്നെ അവർക്ക് അവധി കിട്ടൂല. അപ്പോൾ ഖുർആൻ ഇറങ്ങുന്നത് ഒരു അത്ഭുതകരമായ ഒരു ദൃഷ്ടാന്തം ഇറങ്ങി നിഷേധിച്ചു കഴിഞ്ഞാൽ അതോടെ തീരുമാനം വരും. അതോടെ ചിലപ്പോൾ ആ ജനറേഷനെ തന്നെ നശിപ്പിക്കും. പക്ഷെ അള്ളാഹു ഘട്ടം ഘട്ടമായിട്ട് ഖുർആൻ ഇറക്കിക്കൊണ്ട് അവരെ അനുഗ്രഹിച്ചതാണ്. ഘട്ടം ഘട്ടമായിട്ട് ഖുർആനെ കുറച്ച് ഇറക്കി. അതിനെ നിഷേധിച്ചു കുറേ ആളുകൾ, നിഷേധം തുടർന്നു. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് കുറേ വർഷം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ആയത്തിനെ അള്ളാഹു പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് അവരെ ഒന്നിപ്പിച്ച് നശിപ്പിക്കേണ്ടി വന്നില്ല.
മുൻകഴിഞ്ഞ പല കൗമിനും ഒരു ആയത്ത് നൽകുകയും വലിയൊരു തെളിവ് നൽകുകയും അവരാ തെളിവ് നിഷേധിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് അദാബ് ഇറങ്ങിയിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, ഖദ് ബയ്യന്നല്ലായാത്തി ലിഖൗമി യൂഖിനൂൻ, നിശ്ചയം നാം വ്യക്തമാക്കിയിട്ടുണ്ട് തെളിവുകൾ, ആയത്തുകളെയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ദൃഢമായി വിശ്വസിക്കുന്ന യഖീനുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നാം ആയത്തുകളെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ട്. ആയത്തുകളൊക്കെ, തെളിവുകളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. യഖീനുള്ള വിശ്വസിക്കുന്ന ആളുകൾക്ക് മതിയായ തെളിവുകളുണ്ട്. ഇനി വേറെ ഒരു തെളിവിൻ്റെ ആവശ്യമില്ല, പുതിയ ഒരു ആയത്തിൻ്റെ ആവശ്യവുമില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇന്നാ അർസൽനാക ബിൽ ഹഖി ബഷീറൻ വ നദീറ, നിശ്ചയം നാമാകുന്നു താങ്കളെ ഇറക്കിയത്, താങ്കളെ അയച്ചത്. ഇന്നാ അർസൽനാക ബിൽ ഹഖി, സത്യവുമായിട്ട് അയച്ചത് നാമാണ്. ബഷീറൻ വ നദീറ, സത്യവിശ്വാസികൾക്ക്, നിങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടും, വനദീറ, നിഷേധിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകിക്കൊണ്ടും. നിഷേധിച്ച് പിന്തിരിയുന്ന ആളുകൾക്ക് വാണിംഗ് നൽകാനാണ്. അതുപോലെ താങ്കളുടെ കൂടെ കൂടുന്ന ആളുകൾക്ക് ഒരുപാട് സന്തോഷവാർത്ത നൽകാനും വേണ്ടിയിട്ട് താങ്കളെ സത്യവുമായിട്ട് അയച്ചത് നാമാണ്. അതുകൊണ്ട് വലാ തുസ്അൽ അൻ അസ്ഹാബിൽ ജഹീം, ജഹീമിൻ്റെ ആളുകളെ, നരകത്തിൻ്റെ ആളുകളെക്കുറിച്ച്, നരകാവകാശികളെക്കുറിച്ച് നീ ചോദ്യം ചെയ്യപ്പെടില്ല. നീ പേടിക്കണ്ട, അവരെക്കുറിച്ച് നീ ചോദ്യം ചെയ്യപ്പെടില്ല. തള്ളിക്കളഞ്ഞ് പിന്മാറിയ ആളുകളെക്കുറിച്ച് നീ വേവലാതിപ്പെടണ്ട. വലൻ തെർല അൻകൽ യഹൂദ് വലൻ നസാറ, യഹൂദികളും നസാറാക്കളും നിന്നിൽ പ്രീതിപ്പെടില്ല. നിന്നിലൊരിക്കലും, നിന്നെപ്പറ്റി അവർക്ക് തൃപ്തി വരില്ല ഒരിക്കലും. ഏതുവരെ? ഹത്ത തത്തബി അ മില്ലത്തഹും, നീ അവരുടെ മില്ലത്ത് പിൻപറ്റാതെ, നീ അവരുടെ മില്ലത്ത്, അവരുടെ രീതികളൊക്കെ നീ പിൻപറ്റി അവരെപ്പോലെ ആകുന്നത് വരെ. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ അവർ നിന്നെ തൃപ്തിപ്പെടില്ല, നിന്നെ അംഗീകരിക്കില്ല. അവരുടെ മില്ലത്ത്, അവരുടെ കസ്റ്റംസ്, അവരുടെ കൾച്ചർ, അവരുടെ വിശ്വാസങ്ങൾ അവരെപ്പോലെ നീയുമായാലേ അവർക്ക് തൃപ്തിയുണ്ടാവും. ഖുൽ, പറയുക, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, യഥാർത്ഥ സന്മാർഗം എന്നത്, മാർഗദർശനം അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ്. അള്ളാഹുവിൻ്റെ മാർഗദർശനം ഏതോ അതാണ് മാർഗദർശനം. എന്നിട്ട് അള്ളാഹു പറയുന്നു, വല ഇൻ ഇത്തബഅത അഹ്വാഹും, നീ അവരുടെ സ്വേച്ഛകളെ, അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയാൽ. യഥാർത്ഥത്തിൽ റസൂലിനോടാണ്, സിംഗുലറായിട്ടാണ് പറയുന്നത്. റസൂലിനെ നോക്കിയിട്ട് സിംഗുലറായിട്ടാണ് പറയുന്നതെങ്കിലും അവരോടാണ് പറയുന്നത്. റസൂലിനോട് പറയുന്നു, നീ അവരുടെ ഇച്ഛകളെ പിൻപറ്റിയാൽ. ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി, നിനക്ക് ഇൽമ് വന്നു കിട്ടിയതിന്, യഥാർത്ഥ അറിവ് വന്നു കിട്ടിയതിന് ശേഷവും നീ അവരുടെ തന്നിഷ്ടങ്ങളെ, അവരുടെ ഇച്ഛകളെ, നീ അവരുടെ ഇഷ്ടങ്ങളെയാണ് നീ പിൻപറ്റിയാൽ, അങ്ങനെ പിൻപറ്റിപ്പോയി കഴിഞ്ഞാൽ മാലക മിനല്ലാഹി മിൻ വലിയൻ, നിനക്ക് ഒരു ആളും ഉണ്ടാവില്ല, ഒരു ഫ്രണ്ടും ഉണ്ടാവില്ല, ഒരു കൂട്ടുകാരനും എന്നെ രക്ഷിക്കാനുണ്ടാവുകയില്ല. വലാ നസീർ, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരുത്തനും ഉണ്ടാവില്ല. പ്രയാസങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാനും ആരും ഉണ്ടാവില്ല, നിനക്ക് സംരക്ഷണം നൽകുന്ന ഒരു കൂട്ടുകാരനായിട്ടും നിനക്ക് ആരും ഉണ്ടാവുകയില്ല. പ്രവാചകനോടാണ് പറഞ്ഞതെങ്കിലും മറ്റുള്ളവരോടാണ് പറയുന്നത്, മറ്റുള്ളവരെ ഉദ്ദേശിച്ചാണ്. അതായത് നിങ്ങളുടെ സ്വേച്ഛ കാരണം നിങ്ങൾ പ്രവാചകൻ്റെ കൂടെ കൂടിയുന്നില്ലെങ്കിൽ, വ്യക്തമായ ദൃഷ്ടാന്തം, വ്യക്തമായ തെളിവ് ഒക്കെ വന്നിട്ടുണ്ട്, ഇത് കൃത്യമായ ഇൽമുമായിട്ട് വന്നതാണ് എങ്കിൽ നിങ്ങൾ പ്രവാചകൻ്റെ കൂടെ കൂടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സഹായത്തിന് ആരും ഉണ്ടാവില്ല. നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനും ആരും ഉണ്ടാവുകയില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, അല്ലദീന ആത്തൈനാഹുമുൽ കിതാബ, കിതാബ് നൽകിയ ആളുകൾ, നാം കിതാബ് നൽകിയ, അല്ലദീന ആത്തൈനാഹുമുൽ കിതാബ, നാം കിതാബ് നൽകിയ ആളുകൾ, യത്ലൂനഹു ഹക്ക തിലാവത്തിഹി, അതിനെ തിലാവത്ത് ചെയ്യേണ്ട രീതിയിൽ തിലാവത്ത് ചെയ്യുന്ന ആളുകൾ, ഉലായിക യുഅ്മിനൂന ബിഹി, അവരാണ് ഇതിൽ വിശ്വസിക്കുക. ഖുർആനിൽ ആത്തൈനാഹും, നാം കിതാബ് നൽകി എന്നൊക്കെ പോസിറ്റീവ് സെൻസിലാണ് പറയാറ്. അതിന് വിരുദ്ധമായിട്ട് അല്ലദീന ഊത്തുൽ കിതാബ, കിതാബ് നൽകപ്പെട്ടവർ എന്നൊക്കെ പറയുമ്പോൾ കിതാബിനെ അതിൻ്റെ ഹക്കോടുകൂടെ വഹിക്കാത്ത, അതിൻ്റെ ഒരു അവകാശത്തോടുകൂടെ, കിതാബിനെ നല്ല ബഹുമാനത്തോടുകൂടെ പഠിക്കാത്ത, അപ്ലൈ ചെയ്യാത്ത അങ്ങനത്തെ ആളുകളെ ഉദ്ദേശിക്കാൻ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ നാം കിതാബ് നൽകി എന്നത് പോസിറ്റീവായിട്ടാണ് പൊതുവെ പറയാറ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, അൽ കിതാബ് നൽകിയ, നാം കിതാബ് നൽകിയ, എന്നിട്ട് ആ കിതാബിനെ തിലാവത്ത് ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണോ തിലാവത്ത് ചെയ്യേണ്ടത് അങ്ങനെ, ഹക്ക തിലാവത്തി, അതിൻ്റെ ഹക്കോടുകൂടെ, എങ്ങനെ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ അതിനോടുകൂടെ, ഉലായിക യുഅ്മിനൂന ബിഹി, അവരിതിൽ വിശ്വസിക്കും, അവരാണിത് വിശ്വസിക്കാൻ പോകുന്നവർ. എന്നാൽ വമൻ യക്ഫുർ ബിഹി, ഇതിനെ തള്ളുന്നവർ, ഫൗലായിക ഹുമുൽ ഖാസിറൂൻ, അവരാണ് യഥാർത്ഥ നഷ്ടക്കാർ. ഇതിലൂടെ അള്ളാഹു പറയുന്നത്, യഥാർത്ഥത്തിൽ അവർക്ക് നൽകിയ കിതാബിനോട് റെസ്പെക്റ്റ് ഉള്ളവരും അത് ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ അതിനെ പാരായണം ചെയ്യുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയൊക്കെ ചെയ്ത ആളുകളുണ്ട്. അവർക്ക് ഇതിലും ഈമാൻ ഉണ്ടാകും.
എന്നാൽ ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ, അങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകളാണ്, അവർ യഥാർത്ഥത്തിൽ നഷ്ടക്കാരാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം അള്ളാഹു ആ സംഭാഷണം കൺക്ലൂഡ് ചെയ്യാണ്. അള്ളാഹു വീണ്ടും ചോദിക്കുന്നു, യാ ബനി ഇസ്രായേൽ, അല്ലയോ ഇസ്രായേലരെ, ഉദ്കുറു നിയമത്തിയല്ലത്തി അൻഅംതു അലൈക്കും, നിങ്ങൾ ഓർക്കൂ ഞാൻ നിങ്ങൾക്ക് തന്ന നിയമത്തുകൾ. വന്നി ഫല്ലൽത്തുക്കും അലല്ലാലമീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരിൽ വെച്ച് ശ്രേഷ്ഠരാക്കിയതും, ഞാനാണ് ശ്രേഷ്ഠരാക്കിയത് നിങ്ങളെ, അക്കാര്യവും നിങ്ങൾ ഓർക്കൂ. വത്തക്കൂ യൗമല്ലാത്ത ജിസി നഫ്സുൻ നഫ്സിൻ ഷെയ്യ, ഒരു വ്യക്തിക്കും ഒരാൾക്കും മറ്റൊരാൾ ഉപകാരം ചെയ്യാത്ത ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടൂ. വലാ യുഖ്ബലു മിൻഹ അദ്ലുൻ, ഒരാളിൽ നിന്നും പകരമായിട്ടൊന്നും സ്വീകരിക്കപ്പെടാത്ത ഒരു ദിനം. വലാ തൻഫഉ ഷഫാഅത്തുൻ, ഒരാളുടെ ശുപാർശയും ഒരു നഫ്സിനും ബെനിഫിറ്റ് ചെയ്യാത്ത, ഉപകാരപ്പെടാത്ത ദിവസം. ലാഹും യുൻസറൂൻ, അന്നവർ സഹായിക്കപ്പെടുകയില്ല, അങ്ങനത്തെ ദിവസം. ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടൂ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകളെ നിങ്ങൾ ഓർക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ബനു ഇസ്രായേലിനോട് അള്ളാഹു തുടങ്ങിവെച്ച ഒരു പ്രത്യേക രീതിയിലുള്ള സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്ക് അള്ളാഹു പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്കതിനെക്കുറിച്ച് വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.